ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ 3 എയർക്രാഫ്റ്റുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇതിൽ മൂന്നാമത്തിന്റെ വേഗത വിസ്മയിപ്പിക്കുന്നതാണെങ്കിലും ഒന്നാമത്തേതിന്റെ വേഗത കേട്ടാൽ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ലോക്ഹീഡ് SR-71 ബ്ലാക്ക്ബേർഡ്. ബ്ലാക്ക്ബേർഡ് എന്ന പേരിൽ പ്രശസ്തമായ ഈ ചാരവിമാനം കോൾഡ് വാറിന്റെ കാലഘട്ടത്തിൽ അമേരിക്ക ഉപയോഗിച്ചിരുന്നു. ഒരു മിസൈലിലും പിടികൂടാനാകാത്ത വേഗതയിലായിരുന്നു ഇതിന്റെ പറക്കൽ. മണിക്കൂറിൽ ഏകദേശം 4000 കിലോമീറ്റർ, അതായത് 2200 മൈൽ. അത്രയും വേഗത്തിൽ പറക്കുന്നതിനാൽ ഉണ്ടാകുന്ന തീവ്രമായ ചൂടിനെ ചെറുക്കാൻ ഇതിന്റെ ബോഡി ടൈറ്റാനിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1966 മുതൽ 99 വരെ പ്രവർത്തിച്ചിരുന്ന ഈ എയർക്രാഫ്റ്റ് ഇന്നും ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ വിമാനങ്ങളിൽ ഒന്നായി തുടരുന്നു. രണ്ടാം സ്ഥാനം നോർത്ത് അമേരിക്കൻ X-15 ആണ്. 1960കളിൽ നാസയും അമേരിക്കൻ വ്യോമസേനയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഈ എയർക്രാഫ്റ്റ് മണിക്കൂറിൽ 7200 കിലോമീറ്റർ വേഗത കൈവരിക്കും. ഇത്രയും വേഗത്തിൽ X-15 ഭൂമിയിൽ നിന്ന് 100 കിലോമീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ വരെ പറന്നു, അതായത് ബഹിരാകാശത്തിന്റെ തൊട്ടരികിൽ. അതിനാലാണ് പൈലറ്റുകൾക്ക് സ്പേസ് സ്യൂട്ടുകൾ ധരിക്കേണ്ടി വരുന്നത്. ഒന്നാം സ്ഥാനത്തുള്ളത് നാസ X-43A. ഇതുവരെ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വേഗതയേറിയ എയർക്രാഫ്റ്റ് ഇതാണ്. മണിക്കൂറിൽ 11000 കിലോമീറ്റർ വേഗതയിലായിരുന്നു ഇതിന്റെ പറക്കൽ. യാത്രക്കാർക്കോ യുദ്ധത്തിനോ വേണ്ടിയുള്ള വിമാനമല്ല ഇത്, മറിച്ച് ഹൈപ്പർസോണിക് സ്ക്രാംജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യ പരീക്ഷിക്കാൻ നാസ വികസിപ്പിച്ചെടുത്ത എയർക്രാഫ്റ്റാണ്. 2004 പറന്നപ്പോൾ ഇതുവരെ രേഖപ്പെടുത്തിയ എല്ലാ ജെറ്റ് വിമാന റെക്കോർഡുകളും ഇത് തകർത്തു കളഞ്ഞു. ഇത് യാത്രക്കാരുടെ ഉപയോഗത്തിനായി വികസിപ്പിച്ചാൽ ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് വെറും 30 മിനിറ്റിനുള്ളിൽ എത്താൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളെ ഏറ്റവും ആകർഷിച്ച എയർക്രാഫ്റ്റ് ഏതാണ്? കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തൂ. ഇതുപോലുള്ള കഥകൾക്കായി ദ സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക.